ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാളിംഗ് ഇൻ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 18 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോങ് ഇങ്ങനെ അടിയെല്ലാം ഉണ്ടാക്കിയത് കാരണം വലിയ പ്രശ്നമായി നേരെ ZGDXന്റെ ടീമിലേക്ക് പോകുന്നതും അവിടെ ഉണ്ടായിരുന്നത് ലൂയുടെയും ചെങ്കിൻ്റെയും അമ്മയായിരുന്നു ZGDXന്റെ ഓണർ. അങ്ങനെ അവരെ എല്ലാവരെയും കണ്ടുവരുന്നതെല്ലാം കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ചെങ്ക് നേരെ അവരുടെ അമ്മയോട് സംസാരിച്ച് വരുന്നതും ടോങ് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചെങ്ക് മൈൻഡ് വരെ ചെയ്യുന്നില്ലായിരുന്നു. അത് കാണുന്ന റേ ആണെങ്കിൽ പറയുന്നുണ്ട്, നീ ടെൻഷൻ ആകണ്ട, അവർക്ക് സങ്കടം കൊണ്ടാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം അവൾക്കാണെങ്കിൽ ഒട്ടും സമാധാനമില്ലാതെ അവൾ നേരെ അവളുടെ ഫ്രണ്ടിനെ എല്ലാം കാണാൻ പോകുന്നുണ്ട്. അതെല്ലാം കേട്ട ഫ്രണ്ടാണെങ്കിലോ, നീ അവൾക്ക് ഒരു കിക്ക് കൂടി വെച്ച് കൊടുത്തൂടെയില്ലോ, അവളെ അടിക്കുക മാത്രമല്ല ചെയ്തത്, എന്തായാലും നിനക്ക് ഒരു ദിവസത്തെ സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ നീ അതും ചെയ്യണമായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയമാണ് AJ വന്ന് ഇന്നലെ ലൂവിന് കൈവേദനയായതും ആരോ വീഡിയോസ് എല്ലാം എടുത്ത് നെറ്റിൽ അയക്കുന്നത്. അത് കാണുന്ന ആളുകളാണെങ്കിൽ പറയുന്നുണ്ട്, ഈ ഒരു ചെറിയ ഗെയിമിന് വേണ്ടിയാണോ ടോങ് ഇന്നലെ അടിയുണ്ടാക്കിയത് എന്നെല്ലാം പറഞ്ഞ് അത് അവൾക്കെതിരെ വലിയൊരു പ്രശ്നമാകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവൾ നേരെ ZGDXൽ വന്ന് ഇതാരാ പോസ്റ്റ് ചെയ്തത്, ആരാ പോസ്റ്റ് ചെയ്ത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ഫാറ്റി ആണെങ്കിൽ ഞാനൊന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ ടീമിൽ നിന്ന് ആരോ എടുത്തതായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ പറയുന്നുണ്ട്, അതാവാനാ ചാൻസ്, ഇത് നമ്മളുടെ ടീമിലുള്ള ആരോ നമ്മളോട് ഇഷ്ടമുള്ളതായിരിക്കും, എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ അവരാണ് എടുത്തത്. ഇത് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും ഇത് നിനക്ക് വലിയൊരു പാരയായിട്ടാണ് വന്നത് എന്ന് ചെങ്ങിനെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അനിയൻ, ഞാനൊന്നുമല്ലേ, എനിക്കൊന്നും നിന്നെ അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ടോങ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കും, പക്ഷേ എനിക്കത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന കാര്യത്തിനെല്ലാം ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുന്നു, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത് എന്ന് അവൾ ചെക്കിനെ നേരിട്ട് നോക്കാതെ പറയുന്നുണ്ട്. അതെല്ലാം കേട്ട ലൂ ആണെങ്കിലും, നീ എന്തിനാ ഞങ്ങളോട് സോറി എല്ലാം ചോദിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ വീണ്ടും അത് ആരായിരിക്കും പോസ്റ്റ് ചെയ്തത് എന്ന കാര്യമാണ് അവരെല്ലാവരും സംസാരിക്കുന്നത്. ഇത് കേട്ട് ചെക്ക് പറയുന്നുണ്ട്, നാളെ ഗെയിം ഉള്ളതല്ലേ, പ്രാക്ടീസ് ചെയ്യണ്ടേ, വേഗം എല്ലാവരും പ്രാക്ടീസ് ചെയ്യും എന്നെല്ലാം പറഞ്ഞ് എല്ലാവരെ കൊണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേസമയം നേരെ മിങ് വന്ന് അവനോട് പറയുന്നുണ്ട്, ഇത് ചെങ്ങ് പോസ്റ്റ് ചെയ്തതാണ്, അത് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെങ്കിലും പക്ഷെ നിനക്കത് പാരയാകുമെന്ന് അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇനി ഈ ഗെയിം കളിക്കാൻ പോകുന്നത് നമ്മുടെ അനിയനാണ്, നീ അതിൽ ടെൻഷനൊന്നും അടിക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അവളാണെങ്കിലും, എനിക്ക് ടെൻഷനൊന്നുമില്ല, അവൻ നന്നായി കളിക്കട്ടെ എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വകയായാലോ ട്രീറ്റ്. ഇത് കേൾക്കുന്ന ബിങ്ങാണെങ്കിൽ ഒരുപാട് നെട്ടുന്നുണ്ട്. ഫാറ്റി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് കുശാലായി ഭക്ഷണമെല്ലാം കഴിക്കും എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ടോങ്ങിനെ മൈൻഡ് ചെയ്യാതെ ചെങ്ങ് അവിടെ നിന്ന് പോകുന്നതും അവൾക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അത് കാണുന്ന ഫാറ്റി പറയുന്നുണ്ട്, അവൻ ഇതുവരെ നിന്നെ മിണ്ടിയില്ലേ, നീ വരുന്നില്ലേ. അത് പറഞ്ഞതും അവൾ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ലൈവ് കളിച്ചെങ്കിലും പൈസ ഉണ്ടാക്കട്ടെ, നീ പോയിക്കോ. അത് പറഞ്ഞ് കേൾക്കുമ്പോൾ ഫാറ്റി പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഭക്ഷണമെല്ലാമായി വരാം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ എത്തി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ചെങ്ങ് മാത്രം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ്. അങ്ങനെ അവൻ പാഴ്സൽ വാങ്ങി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ബിഗിന് മനസ്സിലാകുന്നുണ്ട്, ഇത് ടോങ്ങിന് വാങ്ങിച്ചുള്ള ഫുഡാണ്. അവൾക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുന്നുണ്ട്. അതേസമയം പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ ചെയ്യുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ. അത് കേട്ടല്ലോ ഉടനെ തന്നെ മനസ്സിലായി, അവൻക്ക് വീട്ടിൽ പോയി കുശാലായി കഴിക്കാൻ വേണ്ടിയല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം ടോങ് ആണെങ്കിൽ ലൈവ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് വരുന്ന മെസ്സേജിനൊന്നും അവൾ തിരിച്ചു ഒരു റിപ്ലൈയും കൊടുത്തില്ലായിരുന്നു. അതേസമയമാണ് ചെങ് അവിടെ വന്ന് അവൾക്കുള്ള ഭക്ഷണമെല്ലാം വെച്ച് പോകുന്നു. അങ്ങനെ പിന്നെ വരുന്ന എല്ലാ മെസ്സേജുകൾക്കും അവൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് കാണുന്നു. അവരെല്ലാവരും പറയുന്നുണ്ട്, ചെങ്ങ വന്നപ്പോൾ നിന്റെ മൈൻഡ് ആകെപ്പാടെ മാറിയല്ലോ. അത് കേൾക്കുന്നതും അവൾ പറയുന്നുണ്ട്, ഇന്നലെ മുതൽ ചെങ്ങ പ്രശ്നം കഴിഞ്ഞത് ശേഷം എന്നോട് മിണ്ടിയിട്ടേയില്ല, ഇപ്പോഴാണ് എനിക്ക് ഭക്ഷണം തന്നെ കൊണ്ടുവന്ന് തന്നത്, അതിൻ്റെ സന്തോഷമാണ് എന്നെല്ലാം പറഞ്ഞ് അവർ നേരെ ഓരോ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതേസമയം അവളുടെ ഫ്രണ്ട് നേരെ മെസ്സേജ് അയച്ച്, ഇപ്പോൾ തന്നെ നീ വീഡിയോ ലൈവ് ഓഫാക്ക്, നിന്റെ മെസ്സേജും ഇതെല്ലാം ചെങ്ങ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞതും അവൾ നേരെ ലൈവെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇതെല്ലാം അവിടെ ഇരുന്ന്
ചെങ്ങ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ഫ്രണ്ട് നേരെ അവളെ കാണാൻ വരുന്നതും അവൾ പറയുന്നുണ്ട്, അവർക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ടാണ് അവൻ വേഗം നിനക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നത് എന്നെല്ലാം പറയുമ്പോൾ അത് ഞാൻ വിശന്നിരിക്കണ്ട എന്ന് കരുതിയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട ഫ്രണ്ട് അതും ശരിയാണ് എന്നെല്ലാം അവർ സംസാരിക്കുന്നു. അതേസമയം നേരെ അവരെല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ എല്ലാവരും ഇത്ര ലേറ്റ് ആയത്? ചെങ്ങ് നേരത്തെ വന്നല്ലോ. അത് കാണുന്നവർ, ഓ ചെങ്ങ് അപ്പോൾ നേരത്തെ പോയതിനുള്ള കാരണം മനസ്സിലായി, ഭക്ഷണം പാക്ക് ചെയ്ത് അവർ കൊണ്ടുവന്നതല്ലേ, അപ്പം അവൻ തിരക്ക് കൊണ്ടുവന്നതാണല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവളാണെങ്കിൽ, അപ്പോൾ അവൻ ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല, അവൻ അവിടെ ഇരുന്ന് ഒരു സമാധാനവും കിട്ടാതെ അവൻ ഭക്ഷണം പാക്ക് ചെയ്ത് വന്നതായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ചെങ്ങ് സസ്പെൻഷനായ OPL സ്റ്റാർട്ടാകുന്നുണ്ട്. അത് കാണുന്നതും റേ പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ സസ്പെൻഷനെ പറ്റിയൊന്നും കമൻ്ററി വിളിച്ച് പറയില്ല, അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം റേ ഒരു കോള് വന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം തന്നെ കമൻ്ററി ഇന്നലത്തെ സസ്പെൻഷൻ്റെ കാര്യമെല്ലാം വിശദീകരിച്ചു പറയുന്നുമുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച് ടോങ് ആണെങ്കിൽ വോയിസ് എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ അനിയനുമായിട്ടുള്ള ഗെയിമെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അനിയനാണെങ്കിൽ ഗെയിം തുടങ്ങിയത് അവരെ ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. അത് ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്ത് അങ്ങനെ അവനെ വിളിച്ച് അവർ നേരേക്ക് കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വളരെ പാടുപെട്ടാണെങ്കിലും ZGDX അന്ന് ജയിക്കുന്നുണ്ട്. ഇത് കാണുന്ന കെ പറയുന്നുണ്ട്, ആദ്യമേ ഞങ്ങൾ പറഞ്ഞ പോലെ നിനക്ക് കളിച്ചൂടായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ടോങ്ങിനാണെങ്കിൽ വല്ലാതെ തോന്നുന്നുണ്ട്. അതേസമയം നേരെ ചെങ്ങ് അവിടെ കയറി വന്ന് ഡോറെല്ലാം ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവസാനമായിട്ടും ഇങ്ങനെ സബ്ബായിരിക്കാനാണോ ആഗ്രഹം? നിന്റെ പകരം ആരും കളിക്കുന്നത് കണ്ട് നിനക്ക് ടെൻഷനൊന്നുമില്ല? ഇന്നലെ നടന്ന കാര്യം എന്താണെന്ന് മീഡിയയോട് നീ തുറന്നു പറയും, അപ്പോൾ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുന്ന അവളാണെങ്കിൽ, നീ എന്നെ എടുത്തു നിന്ന് ആദ്യം മാറി നിൽക്കുക, എന്നാലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ എന്നെല്ലാം പറയുന്നതും അവൻ മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞ ടൈം കഴിഞ്ഞിട്ടും അവൾ ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. ചെങ്ങ് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി കെ ആണെങ്കിൽ അവൻ്റെ ഗെയിം രീതിയെല്ലാം മാറ്റി, ഞങ്ങളും മാറ്റി, നിൻ്റെയും ഞങ്ങളുടെയും ഒട്ടും മാച്ച് അല്ലായിരുന്നു, പക്ഷേ നിൻ്റെതുപോലെ ഞങ്ങളും അതുപോലെ കളിക്കാൻ വേണ്ടി തുടങ്ങി, അതൊക്കെ നിനക്ക് വേണ്ടിയാണ്, എന്നിട്ടും നീ എന്താ ഒരു കാര്യവും മിണ്ടാതെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ടോങ് ഒന്നും തന്നെ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ദേഷ്യം പിടിച്ച് ചെങ്ങ് അവിടെ നിന്ന് പോകുന്നതും അവൾ നേരെ അവൻ്റെ കൈയെല്ലാം പിടിച്ച്, എനിക്കങ്ങനെ എൻ്റെ പകരം ഒരാൾ ഞാൻ സബ്ബായിരിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല, പക്ഷേ ഇന്നലെ നടന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും കുറ്റബോധമില്ല, നിങ്ങളുടെ എല്ലാവരുടെയും കൈ വേദനിക്കുമെന്ന് ആലോചിച്ച് മാത്രമാണ് ഞാൻ അതെല്ലാം ചെയ്തത്, അതിൽ ഞാൻ അവളോട് തുറന്നൊന്നും സോറി മീഡിയയുടെ മുമ്പിലൊന്നും പറയില്ല എന്നെല്ലാം പറയുന്ന അവളുടെ ധൈര്യം കാണുന്ന ചെക്കിന് അവളെ ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുന്നതും അവൾ ചോദിക്കുന്നുണ്ട്, ഇതൊരു കാരണം മാത്രമാണോ നീ എന്നോട് മിണ്ടാതെ ആയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് പേടിയായിരുന്നു, ഞാൻ അഥവാ നിന്നോട് മിണ്ടിക്കഴിഞ്ഞാൽ നിനക്കത് കാരണം എന്തെങ്കിലും സങ്കടം വരുമോ എന്നാലോചിച്ച് എനിക്ക് പേടി കൊണ്ടാണ് ഞാൻ ഇന്നലെ ഒന്നും സംസാരിക്കാതിരുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.